ആലപ്പുഴ മാന്നാറിൽ വൃദ്ധ ദമ്പതികളെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. മാന്നാർ കോട്ടമുറിക്ക് സമീപം താമസിച്ചിരുന്ന ദമ്പതികളെയാണ് തീയിട്ട് കൊലപ്പെടുത്തിയത്. ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ഇപ്പോൾ ഈ പുലർച്ചെയാണ് വിവരം അറിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സിന്ധൂരി, ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് വീടിന് തീപിടിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ തന്നെ എത്തുകയായിരുന്നു. ഫയർഫോഴ്സ് തീ അണച്ചപ്പോഴാണ് ഇതിനുള്ളിൽ പൂർണ്ണമായും കത്തിയ നിലയിൽ വൃദ്ധ ദമ്പതികളെ കണ്ടെത്തിയത്. രണ്ടുപേരും പൂർണ്ണമായും കത്തിയ നിലയിലായിരുന്നു. ശരീരം 87, 97 എന്നീ പ്രായത്തിലുള്ള വൃദ്ധ ദമ്പതികളായിരുന്നു. ഭാരതി, രാഘവൻ എന്നിവരാണ് മരണപ്പെട്ടത്. ഇവർക്ക് ഒരു മകനുണ്ട്. മൊത്തം 5 മക്കളാണ് ഇവർക്കുണ്ടായിരുന്നത്. അതിൽ 3 പേർ മരണപ്പെട്ടു, 2 പേരാണ് അവശേഷിക്കുന്നത്. അതിൽ വിജയൻ, 60 വയസ്സുള്ള വിജയൻ, സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് ഇവരുമായിട്ട് നിരന്തരം പ്രശ്നത്തിലായിരുന്നു. ഏറ്റവും ഒടുവിൽ 2 ദിവസം മുൻപ് ഈ മരണപ്പെട്ട രാഘവന്റെ കൈ തല്ലിയൊടിച്ചതുമായി ബന്ധപ്പെട്ട് മാന്നാർ പോലീസിൽ പരാതി നൽകുകയും മാന്നാർ പോലീസ് ഇന്ന് സ്റ്റേഷനിൽ എത്താനായിട്ട് വിജയനോട് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് എത്താനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഈ 2 പേരെയും വിജയൻ തീയിട്ട് കൊലപ്പെടുത്തിയതാണ് എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇതിനുശേഷം വിജയനെ കാണാനില്ല. വിജയൻ സമീപത്ത് വീട്ടിൽ നിന്നും ഒരു കസേരയും എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അയാളും ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമാവാം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. പോലീസ് വിജയന് വേണ്ടിയിട്ട് തെരച്ചിൽ നടത്തുന്നു. എന്തായാലും അതിദാരുണമായൊരു സംഭവമാണ്. വളരെ പ്രായമുള്ള ദമ്പതികളെയാണ് തീയിട്ട് കൊലപ്പെടുത്തിയ നിലയിൽ പുലർച്ചയോടുകൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഷാജഹാൻ, ഈ പറഞ്ഞ പോലെ സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണല്ലോ പ്രാഥമികമായി സംശയിക്കുന്നത്. ഈ കൊലപ്പെടുത്തിയെന്ന് കരുതപ്പെടുന്ന ഇവരുടെ മകൻ വിജയൻ ഇവരോടൊപ്പം തന്നെയായിരുന്നു താമസിക്കുന്നത്. ഇവർ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചിരിക്കുന്ന മകനാണോ ഇത്തരത്തിലൊരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും പോലീസ് സംശയിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ മകൻ കൊലപ്പെടുത്തിയെന്നുള്ളതാണ്. മകന്റെ സ്വത്ത് ഭാഗം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ അവരുമായിട്ട് തർക്കമുണ്ടായിരുന്നു. എന്നാൽ അവരുടെ കാലശേഷം അത് തനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു ചിന്താഗതിയാകാം ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്തായാലും മകൻ വിജയൻ, 60 വയസ്സുള്ള വിജയനെ കാണാനില്ല. അയാൾക്കായിട്ട് പോലീസ് തെരച്ചിൽ നടത്തി വരികയാണ്. ഷാജഹാൻ, ഇപ്പോൾ ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിൽ നിന്നും നേരിട്ട് മറ്റു വിവരങ്ങൾ എന്തെങ്കിലും അറിയുവാൻ സാധിച്ചിട്ടുണ്ട്? ഇപ്പോൾ വിജയന് വേണ്ടിയിട്ടുള്ള അന്വേഷണം അവിടെ വ്യാപിപ്പിച്ചിരിക്കുകയല്ലേ? ആലപ്പുഴ ഡിവൈഎസ്പി സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പുലർച്ചയോടുകൂടി തന്നെ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാവിലെ ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു. മാന്നാറിൽ നിന്നുള്ള പോലീസ് സംഘവും എത്തിയിരുന്നു. ഈ തീപിടിച്ച വിവരം അറിഞ്ഞ് സാധാരണ തീപിടുത്തമാകാം എന്നാണ് കരുതിയത്. പക്ഷേ പോലീസും മറ്റുമെത്തി അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് ബോധപൂർവം കൊലപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തേണ്ടിയിരുന്ന വിജയനെ കാണാനില്ല എന്ന് വന്നതോടുകൂടി വിജയൻ കൊലപ്പെടുത്തി എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് പോകുന്നത്. വിജയന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പോലീസ് നടത്തുന്നുണ്ട്. കാര്യം അയാൾ കൊലപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം സ്വന്തമായിട്ട് മറ്റു പലയിടത്തേക്കും പോയോ, ഇനിയിപ്പോൾ അയാളും ആത്മഹത്യക്ക് ശ്രമിക്കുകയാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നുണ്ട്. എന്തായാലും 4 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ ഒരു സംഭവം നടന്നത്. ഷാജഹാൻ, ഇപ്പോൾ സമീപത്തെ വീട്ടിൽ നിന്നും ഒരു കസേരയും എടുത്ത് ഈ വിജയൻ പോയി എന്നാണല്ലോ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതൊരു പക്ഷേ പുള്ളിയും ഈ വിജയൻ എന്ന് പറയുന്ന ആ വ്യക്തി മകനും ആത്മഹത്യയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയായിട്ടായിരിക്കുമല്ലോ പോലീസ് ഇപ്പോൾ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം ഒരു സംശയം തന്നെയാണ് പോലീസും വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ വ്യാപകമായ രീതിയിൽ വിജയന് വേണ്ടിയിട്ട് പ്രാദേശികമായിട്ടും മറ്റും അന്വേഷണം നടത്തുന്നുണ്ട്. സമീപത്തെ വീട്ടിൽ നിന്നും കസേര എടുത്ത് പോകുമ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ആത്മഹത്യാ ശ്രമത്തിനുള്ള പോക്കായിരിക്കാമെന്നാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ പോലീസും ആ വഴിക്ക് തന്നെയാണ് നീങ്ങുന്നത്. എന്തായാലും ഇതൊരു കൊലപാതകമാണ്. മകൻ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വിജയന് വേണ്ടിയിട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത്. ശരി ഷാജഹാൻ, ഇപ്പോൾ വരും സമയങ്ങളിൽ ഇനിയും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഷാജഹാനിൽ നിന്നും അറിയേണ്ടതായിട്ടുണ്ടാവും. ഏതായാലും ആലപ്പുഴ മാന്നാറിൽ അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വൃദ്ധ ദമ്പതികളായ 2 പേരെ, അതായത് 87 വയസ്സുള്ള ഭാരതി, 97 വയസ്സുള്ള രാഘവൻ എന്നിവരെ മകൻ തീയിട്ട് കൊലപ്പെടുത്തിയെന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത്. മകൻ വിജയനാണ് ഈ ഒരു ക്രൂരകൃത്യം ചെയ്തത് എന്നാണ് പ്രാഥമികമായ നിഗമനം. ഈ ഒരു ക്രൂരകൃത്യം ചെയ്തതിന് ശേഷം വീട്ടിൽ നിന്നും അയാൾ ഓടി മാറുകയായിരുന്നു. അയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സജീവമായി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്.